Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് ആയാലോ. 3 ചെയ്യുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ഇതിന് നമുക്ക് പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പഴയ പോട്ട്സ്, അതൊക്കെ മതിയാവും. ഇവിടെ ഞാനൊരു പഴയ പോട്ട് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളറിലുള്ള. അതിൽ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് മാക്രാമിൻ്റെ ത്രെഡാണ്, 3 പ്ലൈ ത്രെഡാണ് കേട്ടോ. 3 ഇഴകളുള്ള ത്രെഡാണ് ഞാനിവിടെ ചുറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ജൂട്ടിൻ്റെ ഒരു വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്കിതെല്ലാം മീഷോയിൽ കിട്ടും കേട്ടോ. ഒരു റോളിന് ഇപ്പം 80 റുപ്പീസൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു റോള് കിട്ടിയാൽ മതിയോ, നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഞാനിതിവിടെ എല്ലാം അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഈ നമ്മൾ കുട്ടികളൊക്കെ ക്രാഫ്റ്റിനൊക്കെ ചെയ്യുന്ന ആ ഒരു ഗ്ലിറ്റർ പേപ്പർ കൊണ്ടിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ക്യൂട്ട് ബിയറിനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അതിൻ്റെ കണ്ണുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും വൈറ്റ് ത്രെഡ് കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് ആദ്യം ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെനിക്ക് വീഡിയോ ഓൺ ആയിരുന്നില്ല, ഞാൻ കരുതി ഓൺ ആക്കിയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റി, അതാണ് ഞാൻ അവിടെ അത് കാണിക്കാൻ പറ്റാഞ്ഞത്. ഇനി അടുത്ത വന്നിട്ട് ഒരു ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അതിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ത്രെഡ് വന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ ചുറ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ത്രെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്രാമയുടെ ഇപ്പം ഞാൻ ഇതിനകത്തൊരു ഫെദറും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 പ്ലൈ ത്രെഡും അല്ലാത്ത സാധാ ത്രെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടിക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 പ്ലൈ ത്രെഡ് വെച്ച് പറ്റും. ഈ ജൂട്ടിൻ്റെ ത്രെഡ് വന്നിട്ട് തീരെ നൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ കട്ടിയുള്ള ത്രെഡിൽ നമുക്ക് ചെയ്തെടുക്കാം. പല ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ പല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇങ്ങനെ ടാസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഒരു ത്രെഡിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് വന്നിട്ട് പല രീതിയിൽ ചെയ്യാം കേട്ടോ ടാസിൽ. അപ്പോൾ എല്ലാവർക്കും ഇതിപ്പം ചെയ്യാനൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. വേറെ രീതിയിലും പലതരത്തിലും ഞാനിങ്ങനെ ടാസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് വേറൊരു ത്രെഡ് കൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടാസിൽ റെഡിയായി കിട്ടും. പിന്നെ ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മാക്രാമയുടെ കോമ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. സാധാ ചീപ്പാണെങ്കിലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരുപാട് ഞാൻ ടാസിലിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പശ വന്നിട്ട് B6000 എന്ന് പറഞ്ഞൊരു പശയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ബോസൊക്കെ ചെയ്യുന്ന പശയാണ്, നല്ല രീതിയിൽ ഒട്ടുന്ന പശയാണ് കേട്ടോ. അപ്പോൾ ഇതും മീഷോയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ബീഡ്സ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലൊരു ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ബാക്കിലോട്ടില്ല. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ട് മാക്രമയുടെ ഒരു ഫെദറാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ അതിൻ്റെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഫെദറാണ് ചെയ്യുന്നത്. ഫെദറിന് വേണ്ടിയിട്ട് ഒരു നീളമുള്ള ഒരു ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവിടെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, സെല്ലോ ടേപ്പോ എങ്കിലും. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ കുറേ ത്രെഡും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ കേട്ടോ, ടാസലിന് ചെയ്തതുപോലെ തന്നെ ത്രെഡ് ചെയ്തെടുക്കുക. അതിന് അളവൊന്നുമില്ല, നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നതിന് മാത്രം അളവ് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്തിട്ട് വലിച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങ് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇങ്ങനെയാണ് നമ്മളെല്ലാം ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു രീതിയിൽ കിട്ടും ഫെദറിൻ്റെ. പിന്നെ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാധാ ഷേപ്പാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോംബ് ചെയ്തതിന് ശേഷം നമുക്ക്
കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഏകദേശം ഒരു ലീഫിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ലീഫിൻ്റെ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ആ ഫെദറിലൊക്കെ പശ വീണ്ടും നമ്മൾ പശ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഹാങ് ചെയ്യുന്ന രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് നീളം കുറഞ്ഞു കേട്ടോ. അപ്പോൾ നീളം കൂടുതലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റുമായിരുന്നായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സാധാ ഒരു കമ്പാണിത്. ഇത് കറിവേപ്പിലയുടെ ഒരു കമ്പാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ രീതിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പിൽ തന്നെ നമുക്ക് 2-3 ലീഫും ചെയ്തിടാം. ഇപ്പം ഞാനിവിടെ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ലീഫും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ 2 എണ്ണം ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഫെദർ ഈ തുടക്കക്കാർക്കൊക്കെ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും തോന്നുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.